കണ്ണൂരിലെ പോലീസ് സൊസൈറ്റി നൈറ്റ് വാച്ച്മാൻ പ്യൂൺ പരീക്ഷ തടഞ്ഞ് KSU രഹസ്യമായി പരീക്ഷ നടത്താൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. പ്രതിഷേധക്കാരെ പരീക്ഷ സെന്ററിൽ പൂട്ടിയിട്ടെന്ന് KSU ആരോപിച്ചു. നിയുക്ത MLA TU മോഹൻ ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ തർക്കത്തിനൊരു പരിഹാരമായിട്ടില്ലേ? നിലവിൽ ഇപ്പോൾ ഈ സഹകരണ സൊസൈറ്റിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ എന്താണ് ഈ ചർച്ചയിൽ തീരുമാനമായത്? എന്തെങ്കിലും തീരുമാനമായോ? കൃത്യമായിട്ട് ഇതിൽ നടന്ന ക്രമക്കേടുകൾ, പരീക്ഷ അനധികൃതമായിരുന്നെന്നും ഈ പറയുന്ന സെക്രട്ടറിക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചുരുക്കം ചിലർക്കും വേണ്ടി മാത്രമാണ് ഈ പരീക്ഷ നടത്തിയത് എന്ന് സെക്രട്ടറി തന്നെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ തന്നെ തുറന്നു പറയേണ്ട സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ തന്നെ കണ്ടതാണ്, ഇവിടെ ഒരു സഹകരണ സ്ഥാപനമാണ്. ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കൊണ്ട് പ്രത്യേകം കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇത്തരത്തിൽ പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ഇടപാടുകാർ വരുന്നുണ്ട്, ഇവിടെ സാധാരണക്കാർ വരുന്നുണ്ട്. അവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള സ്പേസോ കാര്യങ്ങളോ കൊടുക്കാതെ എന്തോ ഇത് പുറം ലോകം അറിയാൻ പാടില്ല എന്ന രീതിയിൽ പരീക്ഷ നടത്തിയപ്പോൾ മാറ്റിവെക്കണം നിങ്ങൾ ആവശ്യപ്പെട്ടു. അതിലെന്തെങ്കിലും തീരുമാനമായി? മോനേട്ട, കണ്ണൂരിലെ നിയുക്ത MLA TU മോഹനൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ചർച്ച നടത്തി, എന്തെങ്കിലും തീരുമാനമായോ മോനേട്ട? ഇത് ഏകദേശം 4000-ലധികം അംഗങ്ങളുള്ള പോലീസുകാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ്. അത് പോലീസുകാരുടെ ക്ഷേമം എന്നതിൽ വിട്ട് കുറച്ച് ആളുകൾക്ക് മാത്രമുള്ള ഒരു സംവിധാനമാക്കി ഇതിനെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സംഭവം, ഈ സൊസൈറ്റി ആരംഭിച്ച ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് അതിൻ്റെ എക്സ് ഒഫീഷ്യോ പ്രസിഡൻ്റാണ്. അദ്ദേഹത്താണ് ഇതിൻ്റെ അധ്യക്ഷത വഹിച്ച് യോഗം ചേരേണ്ടത്. ബാക്കിയുള്ള ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കും. ആ ഒരു സംവിധാനത്തെ ഈ കഴിഞ്ഞ ഭരണസമിതി ജനറൽ ബോഡി വിളിച്ച് അത് അമെൻഡ് ചെയ്ത് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ മാറ്റി അതിനുശേഷം ഈ ഭരണസമിതിക്കകത്തുള്ള പോലീസുകാരായ ആ പോലീസുകാരെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും മിടുക്കന്മാരായ ആളുകൾ. MLA TU മോഹൻ അവിടെ എത്തുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധമാണ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.